കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിലാണ്. പക്ഷേ ഈ സമയത്താണ് സംസ്ഥാനം ഒരു ലേബർ കോഡ് ഇതുമായി ബന്ധപ്പെട്ട് കരട് പുറത്തിറക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. INTUC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇത്തരത്തിലൊരു സംസ്ഥാനം ഒരു കരട് പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത നടപടി പൊതുജന അഭിപ്രായം, തൊഴിലാളി സംഘടനകളുടെ അഭിപ്രായം എല്ലാം തേടണം. സ്വാഭാവികമായി അത്തരത്തിൽ എന്തെങ്കിലും അഭിപ്രായം തേടിയിട്ടുണ്ടോ? ഈ കരട് കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ 2019 2020 പാർലമെന്റിൽ മൃഗീയ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. മാത്രവുമല്ല, ഒരു ഗൂഢലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യയിലെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് BJP ആണെന്ന് വരുത്താൻ വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും നടപ്പാക്കിയ തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ 29 നിയമങ്ങൾ അപ്പാടെ എടുത്തു കളഞ്ഞിട്ട് നിയമം എന്ന പേരില്ലാതെ കോഡാക്കി കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. അന്ന് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇത് വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് ഓരോ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി വിദഗ്ധമായൊരു സബ് കമ്മിറ്റിയെ വെച്ച് ഇതിന് ഓരോ പോയിന്റ് ബൈ പോയിൻ്റായിട്ട് കൃത്യമായി മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ അടക്കമുള്ള ആളുകളെ വെച്ച് കൃത്യമായി ഇതിനൊരു പ്രപ്പോസൽ, കൗണ്ടർ പ്രപ്പോസൽ കൊടുത്തത് INTUC ആണ്. നല്ല ഡോക്യുമെന്റഡ് പ്രപ്പോസലാണ് കൊടുത്തത്. അതിനുശേഷം ഒരു ചർച്ചയും നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് 2020 ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ചുമട്ടുതൊഴിലാളി ഭേദഗതി നിയമസഭയിൽ പ്രസന്റ് ചെയ്യുകയാണ്. തൊഴിൽ മന്ത്രി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നൊരു ആക്ടിനെ, അത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു സബ്ജക്റ്റിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തുല്യ അധികാരമുള്ള ഒരു കാര്യത്തിൽ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന ആക്ടിനെ സംസ്ഥാനത്ത് എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടതാണോ എന്നുള്ളത് കൃത്യമായി അവലോകനം ചെയ്ത് നടപ്പാക്കാനുള്ള സമ്പൂർണ്ണമായ അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. ആക്ടിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റാതെ കേരളത്തിന് അനുഗുണമായി ചെയ്തു തീർക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. ഇത് കേവലം ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്തു പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അങ്ങനെയൊരു പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായാൽ തീർത്തും നിരുത്തരവാദിത്വപരമാണ്. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിലുള്ള കാര്യം കോടാനുകൂടി തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു വിഷയം. ഇപ്പം കർഷകർക്ക് മൊത്തം എതിരായി ഒരു കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നു, തൊഴിലാളികൾക്കെതിരായി മൊത്തം ഒരു ഗവൺമെൻറ് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യവിഭവ ശേഷി എന്ന് പറയുന്നതാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ശക്തി. ആ മനുഷ്യവിഭവശേഷി ധാരാളമുള്ള ഒരു രാജ്യം, ലോകത്തെ നമ്പർ 1 പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം, ആ രാജ്യത്തെ മനുഷ്യവിഭവശേഷി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് പരാജയപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണെന്ന് വരുത്തിക്കൊണ്ട് IAS കേഡർ എന്ന് പറയുന്നത് എപ്പോഴും കേന്ദ്ര കേഡറാണ്. അവർ കേന്ദ്ര ഗവൺമെൻറ് വാളെടുക്കുമ്പോൾ പേടിക്കുന്നവരാണ്, ചോറിലെടുക്കുമ്പോൾ പേടിക്കുന്നവരാണ്. അവരറിയാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ അറിഞ്ഞിരിക്കണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് അറിയണം, മന്ത്രി കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രക്രിയ തൊഴിലാളികളെ വഴിയാധാരമാക്കുന്നതിനും അവർക്ക് എങ്ങനെയും ജീവിച്ചു പോകട്ടെ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഒരു ഗവൺമെന്റ് പോകാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ ശക്തമായി ഇതിനെ എതിർക്കുകയാണ്. 2011 ഇതുമായി ബന്ധപ്പെട്ട ഡ്രാഫ്റ്റ് സംസ്ഥാനം പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറയുന്നത് 2021 അത് നിങ്ങൾ അറിയാൻ സ്വാഭാവികമായി അടുത്ത നടപടി അങ്ങനെ പ്രസിദ്ധീകരിച്ച് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുമായി കൺസൾട്ട് ചെയ്യാനാണല്ലോ ഞങ്ങളുടെ പ്രപ്പോസൽ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ പ്രപ്പോസൽ പിന്നീട് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്ത് നമുക്കിതിനകത്തുള്ള കൺസേൺസ് അല്ലെങ്കിൽ നമുക്കെതിരെ അഭിപ്രായങ്ങളുള്ളത് കേട്ടിട്ട് വേണം ഒരു ഫൈനൽ രൂപത്തിലേക്ക് എത്താൻ. അങ്ങനെ ഒരു പ്രക്രിയ നടന്നിട്ടില്ലെന്ന് മന്ത്രി തന്നെ പറയുകയാണ്. മാത്രമല്ല, ട്രേഡ് യൂണിയനുകളെ നാളെ 27-ാം തീയതി ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് വിളിക്കുന്നതെങ്കിൽ അതിനുമുമ്പ് നോട്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും അറിയാതെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ തക്കതായ നടപടി സ്വീകരിക്കണം. അതിന് ഇത് വാക്കുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണ്. സ്വാഭാവികമായി നാളത്തെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമാണ്. കർഷക സംഘടനകളടക്കം രാജ്യമാകമാനമുള്ള ഏതാണ്ട് ഭൂരിപക്ഷ ജനസംഖ്യ ഇന്ന് പ്രതിഷേധത്തിനടങ്ങുന്ന ദിവസമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും BJPക്ക് എങ്ങനെ വോട്ട് കിട്ടുന്നത്? വോട്ടിന്റെ കച്ചവടം വേറെയാണ്, ഇത് വേറെയാണ്. നാളെ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ INTUC? ഞാൻ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായി നമുക്ക് അറിയണമല്ലോ.
അതുമാത്രമല്ല, കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഒരു അറിവില്ലാതെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ടു റിപ്ലൈ ഇറ്റ്, മറുപടി പറയണം. എന്തായാലും നാളെയാണ് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ നേതാക്കളുടെ എല്ലാം യോഗം. എന്തായാലും അതിൽ കൂടുതൽ തീരുമാനം ഉണ്ടാവുമെന്ന് കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.